അസ്സലാമു അലൈക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. കാസർഗോഡുള്ള ഒരു സഹോദരി, ആ സഹോദരിക്ക് തൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് വളരെയധികം വിഷമത്തോടുകൂടി സങ്കടത്തോടുകൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ആ സഹോദരിയുടെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ സങ്കടം വന്നു പോകും. ഈ സഹോദരിക്ക് ഏകദേശം 42 വയസ്സാകുന്നു. അവർക്ക് ആകെയുള്ളത് 2 പെൺമക്കളാണ്. വീട്ടിലാണെങ്കിൽ മറ്റാരും തന്നെയില്ല. ഉപ്പ നേരത്തെ തന്നെ മരിച്ചുപോയി. യതീമായ ഒരു സഹോദരിയാണ്. ഇവർക്ക് വേണ്ടി സംസാരിക്കാനോ സഹായിക്കാനോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ അങ്ങനെ ബന്ധുക്കളായിട്ട് ആരും തന്നെയില്ല. ഇവർക്ക് ആകെ അറിയാവുന്നൊരു പണി എന്ന് പറയുന്നത് തയ്യൽ പണിയാണ്, സ്റ്റിച്ചിങ് ആണ്. ഇവർ പണ്ട് മുതലേ ആ തയ്യൽ പണിയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇവർ ഈ ഓൺലൈനിലും മറ്റുമൊക്കെ ഗൾഫിലൊരു തയ്യൽ ജോലി ഉണ്ട് എന്നൊരു വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി അവർ തയ്യാറാവുകയാണ്. നോക്കൂ, ഈ സഹോദരി കല്യാണം കഴിക്കുന്നത് തന്നെ 42ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അതിൽ നിന്നും തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് 42 വയസ്സിന് ശേഷമാണ് ഇവർ കല്യാണം കഴിക്കുന്നത്. മക്കളുമൊത്ത് ഇവർ താമസിക്കുന്നത് ഇവരുടെ സഹോദരിയുടെ വീട്ടിലാണ്. സ്വന്തമായ വീടില്ല. 2 പെൺമക്കളെ വളർത്തണം. അവരെ പഠിപ്പിച്ച് നല്ല നിലയിലൊക്കെ ആക്കണം. സഹായിക്കാൻ കുടുംബക്കാരായിട്ടും ബന്ധുക്കളായിട്ടും ആരും തന്നെയില്ല. അത്തരത്തിലുള്ള ഒരു പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടേറിയ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഗൾഫിലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ തൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താമെന്നവർ കരുതുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു പരസ്യത്തിൽ കണ്ട നമ്പറിലേക്ക് മഹമ്മൂദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ഈ സഹോദരി കോൺടാക്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ഈ മഹമ്മൂദ് എന്ന് പറയുന്ന വ്യക്തി ആദ്യം ജോലിയുടെ ഭാഗമായിട്ട് ഇവരുടെ രേഖകളും മറ്റുമൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വിസയുടെ ഭാഗമായിട്ട് 50,000 രൂപയും ആവശ്യപ്പെടുന്നുണ്ട്. ആ പൈസ ഏതോ ഒരു ബേക്കറിയുടെ പേര് പറയുന്നുണ്ട്. ആ ഷോപ്പിൽ കൊണ്ട് ഏൽപ്പിക്കാൻ വേണ്ടി ഇവൻ പറയുകയാണ്. പിന്നീട് സഹോദരി ജോലിയുടെ കാര്യം എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് ഇവൻ പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത്, ഇനി വിസ വേണമെന്നുണ്ടെങ്കിൽ തുണി അഴിച്ച് കാണിക്കണമെന്നും പിന്നെ തൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെയുള്ള തെമ്മാടിത്തരങ്ങളാണ് പിന്നീട് ഇവൻ ഈ സഹോദരിയോട് പറയുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ് ഈ സഹോദരി തനിക്കുണ്ടായ ആ ദുരനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞത്. നമ്മൾ 2 പെണ്ണുമക്കളേ ഉള്ളൂ. ഉപ്പ മരിച്ച് 10 വർഷമായി. പക്ഷേ 10 വർഷം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. നിങ്ങൾക്ക് എത്ര പ്രായമായി? 44. അപ്പൊ 24 വയസ്സിൽ നിങ്ങൾ പോരാട്ടം തുടങ്ങി ജീവിതത്തിൽ. വീട് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ജ്യേഷ്ഠത്തിൽ കല്യാണം കഴിച്ചപ്പോ അവിടെ താമസിച്ചു തുടങ്ങിയാണ്. ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ എനിക്ക് വീട്ടിൽ കുറെ ആളെ അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് ഗൾഫിൽ പോകണമെന്ന് തോന്നി. ഗൾഫിൽ പോകണം നിങ്ങൾക്ക് തൊഴിലറിയണ്ടേ? അറിയാം. ടൈലർ പണി നന്നായിട്ട് ടൈലറിംഗ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത് ടൈലറിംഗിൽ? എല്ലാ ബ്ലൗസും ചുരിദാർ എല്ലാം അടിക്കും. ലേഡീസ് എല്ലാ പണിയെടുക്കും. ചെറുപ്പത്തില് സ്റ്റിച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി മെച്ചപ്പെടുമെന്ന് തോന്നുന്നു. അതെ. ഈ വീട്ടിൽ നിന്ന് മാറാനുള്ള കാരണം എന്താണ്? ആൾക്കാർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയപ്പോ ഞാൻ അവരെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ല തോന്നിയിട്ട് എനിക്ക് മാറി ജീവിക്കണം തോന്നി. ഓക്കെ, അപ്പോ നിങ്ങൾ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു. അതിന് നിങ്ങൾ ഗൾഫിൽ പോകാൻ വേണ്ടി എന്താണ് നടത്തിയത്? ഫോണിൽ ഇങ്ങനെ പരസ്യം നോക്കിക്കൊണ്ടുവന്ന് ഫോണില് പരസ്യങ്ങൾ നോക്കിക്കൊണ്ടുവന്നു. ഈ ഗൾഫിന്റെ പരസ്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടുവന്നു. അന്നേരം ഒന്ന് കണ്ട്. എന്താണ് കണ്ടത്? ഗൾഫിൽ വിസ ഉണ്ടെന്ന് കണ്ടു. എവിടെ വിസ ഉണ്ടെന്നാണ്? അബുദാബിയില്. ആരാണ് വിസ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആരായിരുന്നു? കാസർഗോഡ് സ്വദേശി തന്നെയാണ്. എവിടെയാണ് സ്ഥലം? കാസർഗോഡ് ബോവിക്കാനം 8 മൈൽ. ആളെ പേരറിയോ? മുഹമ്മദ് ബോവിക്കാനം 8 മൈൽ സ്വദേശി മുഹമ്മദ്. ഈ മുഹമ്മദ് വിസ ഉണ്ടെന്ന് പറഞ്ഞു. എവിടെ വിസ ഉണ്ടെന്ന് പറഞ്ഞു? അബുദാബിയിൽ. എന്ത് വിസ ഉണ്ടെന്ന് പറഞ്ഞു? ടൈലറിങ്ങിന്. എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ലേഡീസ് ഹോസ്റ്റലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വിസ ഒക്കെ അവരെന്നെ അടിച്ചു തരും, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഈ സംഭവം നടക്കുന്ന ഏത് വർഷമാണ്? 2022. ഓക്കെ, എന്നിട്ട് വിസ നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. ഓക്കെ, എന്താ വിസക്ക് കാശ് കൊടുക്കുകയോ കാര്യങ്ങൾ ചെയ്തോ? കാശ് കൊടുത്ത്. എന്തൊക്കെയാണ് ചോദിച്ചവര്? പാസ്പോർട്ടും ഫോട്ടോ കൊടുത്തു. കാശ് എത്ര കൊടുത്തു? 50,000 കൊടുത്തു. അപ്പൊ തന്നെ കൊടുത്തോ? ആരോട് ഫോൺ ചെയ്തപ്പോ വിസ റെഡി എന്ന് പറഞ്ഞു. 2 ദിവസം കൊടുത്തു. ആദ്യം പാസ്പോർട്ടും കോപ്പിയിലും കൊടുത്തു. 2 ദിവസം കഴിയുമ്പോൾ വിസ റെഡി എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങള് 1.5 പൗണ്ട് സ്വർണ്ണം ഉണ്ടായി എന്റെ ഉപ്പ ഉണ്ടാക്കി തന്നത്. അപ്പൊ എത്ര കാശ് കിട്ടി? 50,000 കിട്ടി. അത് ആരുടെ കയ്യിൽ കൊടുത്തോ? ഗോൾഡൻ ബേക്കറിയിൽ കൊടുത്തു. എന്താ ഗോൾഡൻ ബേക്കറിയിൽ കൊടുത്ത? അവിടെ കൊടുക്കാൻ പറഞ്ഞു. നായ്മാർ പോലെ ഗോൾഡൻ ബേക്കറിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു.
ഈ ഗോൾഡൻ ബേക്കറിൽ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ വിശ്വാസമായത്. അതെ, അത് അറിയുന്ന ബേക്കറി ആയതുകൊണ്ട് അവിടെ കൊടുത്തപ്പോ വിശ്വാസത്തോടെ കൊടുത്തു. അവർക്കൊക്കെ അങ്ങനെ അറിയാമെന്നുള്ള ധാരണയായി. അതെ അല്ലെ? ഈ പൈസ കൊടുത്തതിന് ശേഷം അയാളെ സ്വഭാവം അത്ര ശരിയല്ല. സ്വഭാവം അത്ര ശരിയല്ല. എന്താണ് സ്വഭാവം ശരിയല്ല എന്ന് പറയുന്നത്? വീഡിയോ കോളാക്കി കടിക്കണം. വീഡിയോ കോളാക്കി കടിക്കണം. വീഡിയോ കോളാക്കി കാണിക്കണോ? ശരീരം മൊത്തം അയാൾക്ക് കാണിച്ചു കൊടുക്കണം. ശരീരം കാണിക്കണമോ? അതെ, വീഡിയോ കോളാ. എന്നാലേ വിസ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു. അയാള് വീഡിയോ കോള് ശരീരം കാണിക്കാൻ ആവശ്യപ്പെടുന്നു. അതെ, എന്റെ ശരീരം കാണിക്കണമെന്ന് പറഞ്ഞു അയാള്. അപ്പൊ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ പിന്നെ നമ്പർ ബ്ലോക്ക് ആക്കി വെച്ചു. തുണിയെല്ലാം അയച്ച് കാണിക്കണമെന്ന്. അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അന്നേരം അയാൾ നമ്പർ പിന്നെ ബ്ലോക്ക് ആക്കി വെച്ച്. കാശും പോയി. അയാളെ പിന്നെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് ഒരുപാട് ശ്രമിച്ചു, എല്ലായിടത്തും പോയി. എനിക്ക് പറ്റിയിട്ട് എനിക്ക് ഉപ്പ മരിച്ചത് 10 വർഷമായി. അങ്ങളും അറിയില്ല, എനിക്ക് പിന്നെ സപ്പോർട്ടിന് ആരും ഉണ്ടായില്ല. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. അതിനുശേഷം കല്യാണം 2 വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. വിടാൻ പാടില്ല എന്ന് പറഞ്ഞു. അയാൾ പറയും ഇങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. നോക്കിയൊരു ദുരനുഭവം ആ സഹോദരിക്ക് സംഭവിക്കുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം. 4 വർഷം മുമ്പ് ഒരു സ്വർണത്തിൻ്റെ വിലയല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ സ്വർണത്തിൻ്റെ വിലയൊക്കെ ഒരുപാട് കൂടി. ഈ സഹോദരിയുടെ ചെറുപ്രായത്തിൽ ഉപ്പ അധ്വാനിച്ച് കൂട്ടിയുണ്ടാക്കി സ്വരൂപിച്ച് തൻ്റെ മകൾക്ക് വേണ്ടി വാങ്ങിച്ച 1.5 പവൻ്റെ മാലയാണ് തൻ്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മാറാൻ വേണ്ടി ഈ മഹമ്മൂദ് എന്ന് പറയുന്നവൻ്റെ കൈകളിലേക്ക് ഈ സഹോദരി വിശ്വാസത്തോടുകൂടി ഏൽപ്പിക്കുന്നത്. പക്ഷെ അവൻ കാണിച്ചതാകട്ടെ വിശ്വാസവഞ്ചനയും മാത്രമല്ല ശുദ്ധ തെമ്മാടിത്തരവുമാണ്. നോക്കി, ഇവർ ഒരു യത്തീമായ ഒരു സഹോദരിയാണെന്ന് ഓർക്കണം. ഒരു യത്തീമായ ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിലുള്ള ഈ വഞ്ചനകളും ചതിയുമൊക്കെ കാണിക്കുന്ന സമയത്ത് അവനൊന്നും ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഉണ്ടാക്കുന്ന കാശുകൾ കൊണ്ടാണല്ലോ അവന്മാരുടെ കുടുംബത്തെയൊക്കെ പോറ്റുന്നത്. ആ പണം കൊണ്ട് ജീവിക്കുന്ന ഇവന്മാർക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനമുണ്ടാകാൻ പോകുന്നില്ല. നമുക്കറിയാം, ഈ വിസ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ പലയിടങ്ങളിൽ പലപ്പോഴായി ഉണ്ടാകുന്നുണ്ട്. ഗൾഫ് മോഹം കാട്ടി വ്യാജ ജോലികൾ വാഗ്ദാനം ചെയ്ത് പണവും പണയപ്പണ്ടങ്ങളും തട്ടിയെടുക്കുന്ന ഒരു വലിയ സംഘം തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. പലരും നാണക്കേട് ഭയന്നുകൊണ്ടും ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടും ഇത്തരം അനുഭവങ്ങൾ അവർ പുറത്തു പറയാതെ സഹിച്ചു കഴിയുന്നു. അത്തരം തട്ടിപ്പുകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൊണ്ടുവരേണ്ടതുണ്ട്. നോക്കിയൊരു പാവം സഹോദരി അവർ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണ്.